ഹായ് ഫ്രണ്ട്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എം.കോം, അതായത് SBE സാധാരണ കുട്ടികൾക്കാണെങ്കിലും എം.കോം പഠിക്കുന്ന കുട്ടികൾക്ക് ഫസ്റ്റ് സെമിസ്റ്ററിലുള്ള സബ്ജക്റ്റാണ് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിലത്തെ 2 മാർക്ക് ക്വസ്റ്റ്യൻസാണ്. അതിൻ്റെ ആൻസേഴ്സും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ആൻസേഴ്സും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് എക്സാമൊക്കെ ഇപ്പോൾ നെക്സ്റ്റ് മന്തോട്ടൊക്കെ എക്സാംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒട്ടും ഇങ്ങനെ ആ സബ്ജക്റ്റ് അറിയാത്തവർക്കും അല്ലാത്തവർക്കും വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡിയറി കമ്പനിയാണ്. അത് ഞാനൊരു 3-4 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ക്വസ്റ്റ്യനാണ്. ഇതിപ്പോൾ 2 മാർക്കിൻ്റെയാണ്. ഇത്രയ്ക്ക് എഴുതണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മാർക്കിന് നമ്മളൊരു 4 പോയിൻറ്റ്സെങ്കിലും എഴുതണം എന്നാണ് വെപ്പ്. അപ്പോൾ നമുക്ക് ഒട്ടും പറ്റില്ലെങ്കിൽ അതിൽ കുറയ്ക്കാം, അറിയുന്നുണ്ടെങ്കിൽ അത് എഴുതാം. അപ്പോൾ ഹോൾഡിംഗ് കമ്പനീസ്, സബ്സിഡിയറി കമ്പനീസ് ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും ബെറ്റർ ഇങ്ങനെ ടേബിളായിട്ട് തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയിൻറ്റ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കുകൾ പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ ഹോൾഡിംഗ് കമ്പനി ഈസ് എ കമ്പനി ദാറ്റ് owns more than half of another company's stock and hence has the capacity to control its operations. ഒരു ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കമ്പനിയുടെ ഹാഫ് സ്റ്റോക്കെങ്കിലും കൈവശപ്പെടുത്തിയിട്ടുള്ള കമ്പനീനെയാണ് ഹോൾഡിംഗ് കമ്പനി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും ആ കമ്പനിക്കുണ്ട്. സബ്സിഡിയറി കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഇത് ഓർത്താൽ മതി. ഹോൾഡിംഗ് കമ്പനീസ് 50% ഹോൾഡ് ചെയ്യും. അങ്ങനത്തെ കമ്പനീസിന് ഹോൾഡിംഗ് കമ്പനീസ് എന്ന് പറയും. അപ്പോൾ 50% നമ്മൾ ഹോൾഡിംഗ് കമ്പനീസ് ഹോൾഡ് ചെയ്യുന്ന കമ്പനീനെ പറയുന്ന പേരാണ് സബ്സിഡിയറി കമ്പനി. അങ്ങനെ ഓർത്താൽ മതി. ഈ സബ്സിഡിയറി കമ്പനീസ് വൺ ഇൻ വിച്ച് അനദർ ഫേം ഓൺസ് മോർ ദാൻ 50% ഓഫ് ദ ഷെയർസ് ആൻഡ് ഹാസ് കംപ്ലീറ്റ് കൺട്രോൾ ഓവർ ഇറ്റ്സ് കമ്പനീസ് ഓപ്പറേഷൻസ്. കമ്പനിയുടെ ഓപ്പറേഷൻസിൽ എല്ലാം അധികാരം ഉള്ള, അതോടൊപ്പം തന്നെ സബ്സിഡിയറി കമ്പനീസ് വൺ വിച്ച് അനദർ ഫേം ഓൺസ് മോർ ദാൻ 50%. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു കമ്പനി ഇവരുടെ കമ്പനിയുടെ 50% ഷെയർ ഹോൾഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അടുത്തത് ഹോൾഡിംഗ് കമ്പനി ഹാസ്, നെക്സ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. ഹോൾഡിംഗ് കമ്പനി ഹാസ് ഓൾ ഓണർഷിപ്പ് റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓവർ ഇറ്റ്സ് സബ്സിഡിയറി. ഈ ഹോൾഡിംഗ് കമ്പനിക്ക് ഓണർഷിപ്പ് റൈറ്റ്സും എല്ലാ ഡ്യൂട്ടീസും മറ്റ് നമ്മൾ ഒരു സബ്സിഡിയറി ഏറ്റെടുത്ത കമ്പനികളിൽ കംപ്ലീറ്റ് ഓണർഷിപ്സ് ഉണ്ട്. അവർക്ക് അവിടെ ഓണർഷിപ്പ് റൈറ്റ്സും ഡ്യൂട്ടീസും ഫെസിലിറ്റേറ്റ് ചെയ്യാം. നെക്സ്റ്റ് സബ്സിഡിയറി കമ്പനിയിൽ വരുന്നത് ഇൻ അതർ ഹാൻഡ് ദ സബ്സിഡിയറി കമ്പനീസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ഹോൾഡിംഗ് കമ്പനി. അതായത് കാരണം അവരുടെ 50% ഷെയർ ഈ ഹോൾഡിംഗ് കമ്പനിയാണല്ലോ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സബ്സിഡിയറി കമ്പനി എപ്പോഴും ഡിപ്പെൻഡൻ്റ് ആണ്. ഈ ഹോൾഡിംഗ് കമ്പനിയിൽ ഡിപ്പെൻഡൻ്റ് ആണ്. പിന്നെ ഹോൾഡിംഗ് കമ്പനിയാണ് ഈ സബ്സിഡിയറി കമ്പനീസിൻ്റെ മേജർ ഡിസിഷൻസ് എടുക്കുന്നത്. ഇനി തേർഡ് വൺ, ടു ഡൈവേഴ്സിഫൈ ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്, മിനിമൈസ് റിസ്ക് ആൻഡ് ഇൻ സം കേസസ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഷെയർഡ് ലോസ് ആൻഡ് ടാക്സ് കൺസോൾട്ടേഷൻ. എ ഹോൾഡിംഗ് കമ്പനി മേ ഇൻവെസ്റ്റ് ഇൻ സബ്സിഡിയറി ഇൻ മെനി ബിസിനസ്. അതായത് ഹോൾഡിംഗ് കമ്പനിക്ക് ഇപ്പോൾ അവർക്കൊരു ബിസിനസ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നില്ല. അവർക്ക് റിസ്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ ഒരെണ്ണത്തിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ ഇവർക്ക് സബ്സിഡിയറി കമ്പനീസിൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യാം. ടാക്സ് സംബന്ധമായ കാര്യങ്ങൾക്കും പിന്നെ എന്താണ് അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസ് എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും സബ്സിഡിയറി ഹോൾഡിംഗ് കമ്പനീസിന് ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈ ചെയ്യാം എന്നാണ് പറയുന്നത്. അടുത്തത്, വെൻ എ സബ്സിഡിയറി ബിക്കം എ സബ്സിഡിയറി ഓഫ് അനദർ ഹോൾഡിംഗ് കമ്പനി, ഓൾ ഓഫ് ഇറ്റ്സ് സബ്സിഡിയറീസ് ബിക്കം സബ്സിഡിയറീസ് ഓഫ് ദ ടോപ്പ് ഹോൾഡിംഗ് കമ്പനി. അതായത് ഒരു സബ്സിഡിയറി കമ്പനി എന്ന് പറഞ്ഞ് സബ്സിഡിയറി കമ്പനി ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ സബ്സിഡിയറി ആയിക്കഴിഞ്ഞാൽ ഇവരുടെ കീഴിൽ ഉള്ള സബ്സിഡിയറീസ് ഉണ്ടല്ലോ, ഇവരുടെ കീഴിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും ഇങ്ങനത്തെ കമ്പനീസ് ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ടോപ്പ് ഈ ഒരു ഹോൾഡിംഗ് കമ്പനി, ഇവരെ ഹോൾഡ് ചെയ്യുന്ന കമ്പനി ആയി മാറും എന്നാണ് പറയുന്നത്. അടുത്തത്, ബൈ മേക്കിംഗ് ദ കമ്പനി എ സബ്സിഡിയറി ദ ഹോൾഡിംഗ് കമ്പനി ക്യാൻ ബെനിഫിറ്റ് ഫ്രം ഇറ്റ്സ്
എനോർമസ് ക്യാപിറ്റൽ ആൻഡ് ലിമിറ്റ് മാർക്കറ്റ് കോമ്പറ്റീഷൻ ഫോർ ദ കമ്പനി. അതായത് ഇപ്പോൾ ഒരു കമ്പനിയുടെ ഒരു ഹോൾഡിംഗ് കമ്പനി അത് വേറൊരു കമ്പനിയെ സബ്സിഡിയറി ആക്കി കഴിഞ്ഞാൽ അവർക്ക് നല്ലോണം ക്യാപിറ്റൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിക്ക് അതിൻ്റെ ക്യാപിറ്റലിൻ്റെ ബെനിഫിറ്റ്സ് എടുക്കാൻ പറ്റും, അതിലൊന്നും തടസ്സമില്ല. പിന്നെ അവർക്ക് കോമ്പറ്റീഷൻ കുറയും. അതായത് ഇപ്പോൾ ഇവരുടെ തന്നെ ഒരു കമ്പനി ഭാഗമായിട്ട് മാറുകയാണ്, കോമ്പറ്റീഷൻ കുറയാം, മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ലിമിറ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ, സബ്സിഡിയറി കമ്പനി ഓൺ ദ അതർ ഹാൻഡ് പ്രൊട്ടക്റ്റ് ദംസെൽഫ് ഫ്രം ബിസിനസ് അൺസർട്ടനിറ്റി ആൻഡ് പ്രൊവൈഡ് എ സേഫ് ഗാർഡ് എഗെയിൻസ്റ്റ് ബിസിനസ് ലോസ്. അതായത് ഇതിലിപ്പോൾ സബ്സിഡിയറി കമ്പനി തന്നെയാണ് വേറൊരു തരത്തിൽ നോക്കുമ്പോൾ അവരുടെ ബിസിനസ്സിനെ അൺസർട്ടനിറ്റിയിലേക്ക് പോവാതെ ഇരിക്കാനും ഒരു സേഫായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതും സബ്സിഡിയറി കമ്പനി തന്നെയാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു മീൻ ബൈ ക്ലോസ് 49? പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ ഈ സംഭവങ്ങൾ തന്നെ നമുക്ക് 4 മാർക്ക് അങ്ങനെ കൂടുതൽ മേ ബി എസ്സേ വരെ ചോദിക്കാം. അപ്പോൾ 2 മാർക്കിന് നമ്മൾ പഠിക്കുമ്പോൾ ഇത്രയ്ക്ക് പഠിച്ചാൽ മതി. പക്ഷേ അതിൽ കൂടുതൽ എസ്സേക്കോ ഇനിയിപ്പോൾ എന്താണ് ഒരു 4 മാർക്കിനോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഇത്ര എഴുതിയാൽ പോരാ. ഇതിലും ഞാനൊക്കെ 2 മാർക്കിൽ സത്യം പറഞ്ഞ ഒരു പേജിന് ഹാഫ് എഴുതി വയ്ക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതുന്നവർക്ക് എഴുതാൻ കുഴപ്പമൊന്നുമില്ല, അവർ കൂടിയെന്ന് വെച്ചിട്ട് മാർക്ക് കുറയ്ക്കൊന്നുമില്ല. പക്ഷേ ഇനഫ് പോയിൻറ്റ്സ് ഇല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ പരത്തി എഴുതി വെച്ചിട്ട് കാര്യമില്ല, പോയിൻറ്റ്സ് വേണം. അടുത്തത്, വാട്ട് ഡു യു മീൻ ബൈ ക്ലോസ് 49? ഞാൻ പറഞ്ഞു വന്നതാണ് ക്ലോസ് 49 ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് പലതരത്തിൽ ചോദിക്കാം. ക്ലോസ് 49 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് 49 ഓഫ് ദി ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് ടു ദ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ദാറ്റ് കെയിം ഇൻ ടു ഇഫക്റ്റ് ഫ്രം 31st December 2005. 2005 31st ഡിസംബറിലാണ് നമുക്ക് ഈ ക്ലോസ് 49 പ്രാബല്യത്തിൽ വന്നത്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ഗവേണൻസ്, മെയിനായിട്ട് നമ്മൾ സബ്ജക്റ്റ് കോർപ്പറേറ്റ് ഗവേണൻസ് തന്നെയാണ്. ലിസ്റ്റഡ് കമ്പനീസ് ഉണ്ടാവും. ഇപ്പോൾ സെബി, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിലൊക്കെ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസ് ഉണ്ടാവും. അവരുടെയൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് അല്ലെങ്കിൽ അവരുടെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഗൈഡ് ലൈൻസ് ആണ് ഈ ക്ലോസ് 49 പറയുന്നത്. ഇതാണ് ബേസിക് കേട്ടോ. ക്ലോസ് 49 റിക്വയർസ് ഓൾ കമ്പനി ടു, ഇനി അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ആണ്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ കമ്പനീസ് ടു സബ്മിറ്റ് എ ക്വാർട്ടർലി കംപ്ലൈൻസ് റിപ്പോർട്ട് ടു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം. ഇപ്പോൾ ഒരു ഫോർമാറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ക്വാർട്ടർലി ഇവരൊരു കംപ്ലൈൻസ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. പിന്നെ ക്ലോസിൽ പിന്നെ പറയുന്നുണ്ട് ഒരു ആനുവൽ റിപ്പോർട്ടും ഡീറ്റെയിൽ കംപ്ലൈൻസ് റിപ്പോർട്ട്. അതൊക്കെ നമുക്ക് ആഡ് ഓൺ പോയിൻറ്റ്സ് ആണ്. ഞാനിതിൽ ജസ്റ്റ് ആഡ് ചെയ്തെന്നുള്ളൂ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വിട്ടുപോകാതെ എഴുതേണ്ടത് ഞാൻ ആ ചുവടെ കൊടുത്തിരിക്കുന്ന പോയിൻറ്റ്സ് ആണ്. ക്ലോസ് 49 ഓഫ് ദി ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് ഡീൽ വിത്ത് കോർപ്പറേറ്റ് ഗവേണൻസ് നോംസ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ നോംസിനെയാണ് ഈ ഒരു ക്ലോസ് 49 ഡീൽ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ 17th April 2014 സെബി അമെൻഡഡ് ദ കോർപ്പറേറ്റ് ഗവേണൻസ് നോംസ്. നമ്മൾ ഇത് 31 December 2005 വന്നെങ്കിലും അമെൻമെൻറ്റ് ഉണ്ടായിട്ടുണ്ട് 2014. സെബി ഈ സംഭവം അമെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മളതും കൂടെ അതിൽ ആഡ് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. നെക്സ്റ്റ്, വാട്ട് ഡു യു മീൻ ബൈ ലീഡ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ? ലീഡ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഞാൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ LID ആണ് വരിക കേട്ടോ. അതായത് LID എന്താണെന്നാണ് ചോദിക്കുകയുള്ളൂ, മനസ്സിലായി? അപ്പോൾ നമുക്ക് LID എന്താണെന്ന് അറിയാൻ പാടില്ലെങ്കിൽ പെടും. അപ്പോൾ അതിനെക്കാട്ടിലും നല്ലത് നമ്മൾ ഇങ്ങനത്തെ ഷോർട്ട് ടേംസ് പഠിക്കും. The independent director means a director other than a managing director or a whole-time director or a nominee director who does not have any material or pecuniary relationship with the company. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും ഒരു മാനേജിങ് ഡയറക്ടറോ ഹോൾ ടൈം ഡയറക്ടറോ നോമിനി ഡയറക്ടറോ ഒന്നുമല്ല. പിന്നെ അതുകൂടാതെ തന്നെ ആൾക്ക് ഇങ്ങനെ ഒരു മെറ്റീരിയലോ പെക്യൂണറി റിലേഷൻഷിപ്പ് കമ്പനിയായിട്ട് പ്രത്യേകിച്ച് ഒരു റിലേഷൻഷിപ്സ് കാര്യങ്ങളും ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതാണ് ലീഡ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ലിസ്റ്റഡ് പബ്ലിക് കമ്പനി ഷാൽ ഹാവ് അറ്റ്ലീസ്റ്റ് 1/3 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ആസ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. ഒരു ലിസ്റ്റഡ് ആയിട്ടുള്ള പബ്ലിക് കമ്പനിയിൽ 1/3 ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സിൻ്റെ 1/3 എങ്കിലും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അത് ദാൻ എ മാനേജിങ് ഡയറക്ടർ ഓർ ഹോൾ ടൈം ഡയറക്ടർ ഓർ എ നോമിനി ഡയറക്ടർ. നേരത്തെ പറഞ്ഞ പോയിന്റ് നമ്മൾ ആ പോയിന്റ് മാത്രം പഠിച്ചു വയ്ക്കുക കാര്യമായിട്ട്.
മാനേജിംഗ് ഡയറക്ടർ അല്ല, ഹോൾ ടൈം ഡയറക്ടർ അല്ല, നോമിനി ഡയറക്ടർ അല്ല. അടുത്തത് വാട്ട് ഈസ് കോഡ് ഓഫ് എത്തിക്സ്. നമുക്കിത് കോഡ് ഓഫ് എത്തിക്സ് കാണുമ്പോൾ നമുക്ക് പഠിച്ചില്ലെങ്കിൽ പോലും എന്തെങ്കിലും നമുക്ക് എഴുതാൻ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഡിസ്ക്രിപ്ഷനിലേക്ക് പോകാം. ആൻസർ: ഡിമാൻഡ് ഫോർ ദ എത്തിക്കൽ ബിസിനസ് ഈസ് ഇൻക്രീസിങ്. മോസ്റ്റ് ഓഫ് ദ ബിസിനസ് ഓർഗനൈസേഷൻ ഓപ്റ്റഡ് ടു ഇംപ്ലിമെൻറ്റ് ദ കോഡ് ഓഫ് എത്തിക്സ്. അതായത് എത്തിക്കൽ ബിസിനസ്സിൻ്റെ ഡിമാൻഡ് ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇൻക്രീസിങ് മോസ്റ്റ് ഓഫ് ദ ബിസിനസ് ഓർഗനൈസേഷൻ. കോഡ് ഓഫ് എത്തിക്സ് ഒരു കമ്പനിയിൽ പ്രാബല്യത്തിൽ വരുന്നതോടെ അവരുടെ മൊത്തത്തിലൊരു ഇൻഫ്രം കാര്യങ്ങളും എല്ലാം മാറുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രൊവിഷൻസ് എന്തിനാണ് കോഡ് ഓഫ് എത്തിക്സ് ആ ഒരു സംഭവം നോക്കാം. ടു ഡിഫൈൻ ദ ഫ്രെയിം വർക്ക് ഓഫ് ദ അക്സെപ്റ്റബിൾ ബിഹേവിയർ. അതായത് നമ്മുടെ കമ്പനിയിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു ബിഹേവിയറിന് ഒരു ഫ്രെയിം വർക്ക് ഡിഫൈൻ ചെയ്യുന്നുണ്ട് കോഡ് ഓഫ് എത്തിക്സിൽ. പിന്നെ ടു ഫോളോ ഹൈ സ്റ്റാൻഡേർഡ്സ് ഓഫ് പ്രാക്ടീസ്. നല്ല പ്രാക്ടീസസ് അതിനൊരു നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. നമ്മുടെ കമ്പനിയിൽ എത്തരത്തിലുള്ള പ്രാക്ടീസസാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ്, ടു ക്രിയേറ്റ് ബെഞ്ച് മാർക്ക് ഫോർ സെൽഫ് ഇവാലുവേഷൻ. സെൽഫ് ഇവാലുവേഷൻ നമ്മളിപ്പോൾ ഓരോരുത്തരും നമ്മൾ ഒരു ബെഞ്ച് മാർക്കിലേക്ക് എത്തുന്ന വരെ അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ കടക്കുന്ന വരെ നമ്മളിങ്ങനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ആ ലെവലിലേക്ക് എത്തിയോ, അതാണ് ആ ഒരു ബെഞ്ച് മാർക്കാണ് ഈ കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ്? ടു എൻഹാൻസ് ട്രാൻസ്പെറൻസി ഇൻ ദ ബിസിനസ് ആക്ടിവിറ്റീസ്. ബിസിനസ് ആക്ടിവിറ്റീസ് എപ്പോഴും സുതാര്യമായിരിക്കണം. നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബിസിനസ് എത്തിക്സ് ആയിരിക്കണം, ബിസിനസ് ആക്ടിവിറ്റീസ് ആയിരിക്കണം ഒരു ഫേമിൽ. ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഒരു ഫേമിൽ ഇത് എന്താണ് നടക്കേണ്ടത്. അടുത്തത് ടു ഫോസ്റ്റർ ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സ് ഇതിൻ്റെ ഒരു ഹയർ സ്റ്റാൻഡേർഡിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എപ്പോഴും. നമ്മളിപ്പോൾ തുടങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ ബിസിനസ് എത്തിക്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് എത്തിക്സ് ഇല്ലാത്ത ബിസിനസ് ചെയ്തിട്ട് കാര്യമെന്ന് പറയില്ല. അതുപോലെ തന്നെ ടു കംപ്ലൈ വിത്ത് ഗവൺമെൻറ് ലോസ് ആൻഡ് നോംസ്. ഗവൺമെൻറ്റിൻ്റെ ലോസും നോംസും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യണം. അടുത്തത് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റെമ്യൂണറേഷൻ കമ്മിറ്റി. റെമ്യൂണറേഷൻ കമ്മിറ്റി എന്താണെന്ന് നോക്കാം. റെമ്യൂണറേഷൻ കമ്മിറ്റി ചെയ്യുന്ന ഫങ്ഷൻസ് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അവരെന്താണ് അവിടെ ചെയ്യുന്നത്, അവരുടെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാവും. പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ റിവ്യൂസ് ദ കോമ്പൻസേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആൻഡ് ദ സീനിയർ മാനേജേഴ്സ്. അതായത് റെമ്യൂണറേഷൻ കമ്മിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കത്തണം റെമ്യൂണറേഷനെ സംബന്ധിച്ചുള്ളൊരു കമ്മിറ്റിയാണ്. അപ്പോൾ അവരുടെ മേജർ പർപ്പസുകൾ എന്താണെന്ന് നോക്കാം. റിവ്യൂസ് ദ കോമ്പൻസേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആൻഡ് ദ സീനിയർ മാനേജേഴ്സ്. സീനിയർ മാനേജേഴ്സിന് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനെയും കോമ്പൻസേഷൻസ് റിവ്യൂ ചെയ്യാം. സെയിൽസ് ഡീറ്റെയിൽഡ് കോമ്പൻസേഷൻ ഫോർ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആൻഡ് എ ചെയർപേഴ്സൺ ഇൻക്ലൂഡിങ് എനി പേയ്മെൻറ്റ് റിക്വയർഡ് ഇൻ ദ കേസ് ഓഫ് ടെർമിനേഷൻ. അതായത് ഇപ്പോൾ സെയിൽസ് അല്ല സെറ്റ്സ് ആണ് കേട്ടോ. ഇപ്പോൾ ടെർമിനേഷനിൽ എന്തെങ്കിലും കേസുകൾ വരാണെങ്കിൽ ലൈക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടറോ ആരെങ്കിലും ഇങ്ങനെ ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നൊരു സാഹചര്യം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു കോമ്പൻസേഷൻ സെറ്റ് ചെയ്യാം. ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൻ്റെ ആണെങ്കിലും ചെയർപേഴ്സൺസിൻ്റെ ആണെങ്കിലും കേട്ടോ. അടുത്തത് അഷ്യൂർസ് ഷെയർ ഹോൾഡേഴ്സ് ദ റെമ്യൂണറേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഈസ് ഫ്രീ ഓഫ് ബയാസ് ആൻഡ് പേഴ്സണൽ ഇൻട്രസ്റ്റ്. അതായത് ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയിൽ നല്ല റോള് വരുന്നുണ്ട്. അപ്പോൾ അവരെ ബോധിപ്പിക്കേണ്ടത് ഈ ഒരു റെമ്യൂണറേഷൻ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ ഈ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻസിൽ യാതൊരു തരത്തിലുള്ളൊരു വെള്ളം ചേർക്കലോ പേഴ്സണൽ ഇൻട്രസ്റ്റിൻ്റെ പേരിൽ അവർക്ക് പൈസ കൂടുതൽ കൊടുക്കലോ അങ്ങനത്തെ യാതൊരു പരിപാടിയില്ലെന്ന് ബോധ്യപ്പെടുത്തേണ്ടത് റെമ്യൂണറേഷൻ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. എസ്റ്റാബ്ലിഷസ് ദ ടാർഗറ്റ് ഓഫ് പെർഫോമൻസ് റിലേറ്റഡ് പേ. അതായത് പെർഫോമൻസ് റിലേറ്റ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓർഗനൈസേഷൻസിൽ ഇങ്ങനെ ടാർഗറ്റൊക്കെ സെറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ റെമ്യൂണറേഷൻ കമ്മിറ്റിയാണ്. ഡിറ്റർമൈൻസ് ദ കമ്പനീസ് റെമ്യൂണറേഷൻ പോളിസി ആൻഡ് ഫിലോസഫി. ഇപ്പോൾ ഇത്തരത്തിലുള്ള പേയ്മെൻറ്റ്സിന് പുറമെ അവർ ഫുൾ റെമ്യൂണറേഷൻ പോളിസി അവരുടെ ഫിലോസഫീസൊക്കെ ഡിറ്റർമൈൻ ചെയ്യേണ്ടതും ഇവരുടെ കമ്മിറ്റിയുടെ തന്നെ ഭാഗമാണ്. അടുത്തത് വാട്ട് ഡു യു മീൻ ബൈ SOX? Sarbanes-Oxley and corporate governance is how the federal government control different aspects of corporate business practices. അതായത് നമ്മുടെ ഒരു കോർപ്പറേറ്റ് ബിസിനസ് പ്രാക്ടീസസിനെ എങ്ങനെയാണ് ഫെഡറൽ ഗവൺമെൻറ് കൺട്രോൾ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനൊക്കെ ആണ് നമ്മൾ ഈ SOX എന്ന് പറയുന്നത്.
Sarbanes-Oxley Act was passed in 2002 as a response to the numerous corporate scandals that occurred across the US. US-ലൊക്കെ ആ ടൈമിൽ ഒരുപാട് സ്കാൻഡൽസ് ഇവോൾവ് ചെയ്തിട്ടുണ്ട്, ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം എന്നോണമാണ് ഈ ഒരു ആക്ട് 2002 പാസ് ചെയ്തത്. ഈ ഇത്തരം സ്കാൻഡൽസിനെ പുറത്ത് കൊണ്ടുവരാനും അതിനെതിരെ പ്രതികരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നല്ല രീതിക്കുള്ള കോർപ്പറേറ്റ് ബിസിനസ് പ്രാക്ടീസസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് മുൻപിലോട്ട് കൊണ്ടുവന്നത്. നെക്സ്റ്റ് NCLT എന്താണെന്നാണ് ചോദ്യം. NCLT ഈസ് എ ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി ഇൻകോർപ്പറേറ്റഡ് ബൈ ഡീലിംഗ് വിത്ത് കോർപ്പറേറ്റ് ഡിസ്പ്യൂട്ട്. അതായത് കോർപ്പറേറ്റ് ഡിസ്പ്യൂട്ടിൽ ഡീൽ ചെയ്യുന്ന ഒരു അതോറിറ്റിയാണ്. ദാറ്റ് ആർ ഓഫ് സിവിൽ നേച്ചർ അറൈസിങ് അണ്ടർ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിലാണ് ഇത് അറൈസ് ചെയ്യുന്നത്. പെർട്ടൈനിങ് ടു ക്ലെയിം operation and mismanagement of a company, winding up of a company and all other powers prescribed under the Companies Act. അതായത് ഇപ്പോൾ ഒരു കമ്പനിയിൽ വന്നിട്ടുള്ള വൈൻഡിങ് അപ്പ്, മിസ്മാനേജ്മെൻറ്റ്, എന്താണ് ഒപ്പോസിങ്ങിന് വേണ്ടിയുള്ള ക്ലെയിമിങ് എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനീസ് ആക്ടിന് കീഴിൽ ഈ ഒരു സംഭവത്തിന് കീഴിലാണ് കമ്പനീസ് ആക്ടിൽ ഇതൊക്കെ പ്രതിപാദിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അടുത്തത് വാട്ട് ഡു യു മീൻ ബൈ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് നമുക്കത് ബേസിക്കലി എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും വായിച്ചു നോക്കാം. ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഈസ് എ ലീഗൽ ഡോക്യുമെൻറ്റ് ലൈസൻസ് റിലേറ്റിംഗ് ടു ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനി ഫോം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ വേണം. ഇറ്റ് ഈസ് എ ലൈസൻസ് ടു ഫോം എ കോർപ്പറേഷൻ ഇഷ്യൂഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ ഇൻ സം ജുറിസ്ഡിക്ഷൻസ് ബൈ എ നോൺ ഗവൺമെൻറ് എൻറ്റിറ്റി ഓർ കോർപ്പറേഷൻ. നമുക്കിപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് തരുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു സ്ഥലങ്ങളിൽ നോൺ ഗവൺമെൻറ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് എൻറ്റിറ്റിക്ക് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ, വാട്ട് ഡു യു മീൻ ബൈ ഗ്രീൻ ഗവേണൻസ്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഗ്രീൻ ഗവേണൻസ്. ഗ്രീൻ ഗവേണൻസ് ഈസ് നൗ അഡോപ്റ്റഡ് ബൈ ഓൾ ഓർഗനൈസേഷൻ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ബെനഫിറ്റിന് വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളൊരു പോളിസിയാണ് ഗ്രീൻ ഗവേണൻസ്. എൻവയോൺമെൻറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ ആസ്പെക്റ്റ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒരു മെയിൻ ആസ്പെക്റ്റ് തന്നെയാണ് ഈ ഗ്രീൻ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗ്രീൻ ഇനീഷ്യേറ്റീവ് വിച്ച് ആർ പ്രാക്ടീസ്ഡ് എവരിവെയർ ഇസ് നൗ എക്സ്റ്റെൻഡഡ് ടു കോർപ്പറേറ്റ് ഗവേണൻസ് ഓൾസോ. നമ്മുടെ എൻവയോൺമെൻറ്റിനെ പരിപാലിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുക, അത് കോർപ്പറേറ്റ് ഗവേണൻസിൽ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവം, ഒരു പോളിസിയാണ്. പ്രൊവിഷൻസ് ഓഫ് IT Act ആർ മസ്റ്റ് ഹെൽപ്ഫുൾ ടു പ്രാക്ടീസ് ഗ്രീൻ ഗവേണൻസ് ഇൻ ഓർഗനൈസേഷൻ. IT ആക്ടിലാണ് ഇതിൻ്റെ പ്രൊവിഷൻസ് ഫോളോ ചെയ്യുന്നത്. ലൈക്ക് ഇപ്പോൾ നമ്മളുടെ ഒരു കോർപ്പറേറ്റ് ഫേം കാരണം കൊണ്ട് എൻവയോൺമെൻറ്റ് ഒരിക്കലും പൊല്യൂട്ട് ആവരുത്, ആ ഒരു ആസ്പെക്റ്റാണ്. ലിസ്റ്റ് ഔട്ട് ഇമ്പോർട്ടൻസ് ഓഫ് IFRS. IFRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. സെറ്റ് ഓഫ് അക്കൗണ്ടിങ് റൂൾസ് ഫോർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പബ്ലിക് കമ്പനീസ്. പബ്ലിക് കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ദാറ്റ് ആർ ഇൻറ്റൻഡഡ് ടു മേക്ക് കൺസിസ്റ്റൻറ്റ്, ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഈസിലി കമ്പയറബിൾ അറൗണ്ട് ദ വേൾഡ്. ഗ്ലോബലൈസേഷൻ പോലെ തന്നെ ഒരു കീഴിൽ പോലെ തന്നെ മൊത്തം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എല്ലായിടത്തും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ട്രാൻസ്പെറൻ്റ് ആകാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു ചെയ്യുന്ന ഒരു സംഭവമാണ് IFRS സ്റ്റാൻഡേർഡ്സ് ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഹെൽപ്ഫുൾ ടു അക്കൗണ്ടൻസ് ആൻഡ് ഓഡിറ്റേഴ്സ്. അക്കൗണ്ടൻറ്റും ഓഡിറ്റേഴ്സിനും ഹെൽപ്ഫുള്ളാണ്. ക്രെഡിബിലിറ്റി ആൻഡ് റിലയബിലിറ്റി ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നല്ല ക്രെഡിബിൾ ആയിരിക്കും, നമുക്ക് വിശ്വാസയോഗ്യം ആയിരിക്കും. യൂസ്ഫുൾ ഫോർ കമ്പാരിസൺ, അതായത് ഇപ്പോൾ ഇവിടത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പയർ ചെയ്യാൻ പറ്റും. ഗ്ലോബൽ കമ്പയറബിലിറ്റി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുടക്കീഴിലാണ്, നമുക്ക് ഗ്ലോബലി വേണമെങ്കിൽ കമ്പയർ ചെയ്യാൻ പറ്റും. ഇംപ്രൂവ്മെൻറ്റ് ഇൻ അക്കൗണ്ടിങ് തിയറി ആൻഡ് പ്രാക്ടീസസ്. നമ്മൾ ഫോളോ ചെയ്തിരുന്ന അക്കൗണ്ടിങ് തിയറി ആൻഡ് പ്രാക്ടീസസിന് പുറമെ അതിന് നല്ലൊരു ഇംപ്രൂവ്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. റെഗുലേറ്റ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിനും ഇതിന് റെഗുലേഷൻസ് വന്നിട്ടുണ്ട്. കൺസിസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ ഈ സംഭവം നമ്മൾ ഇതിൽ ഈ ഒരു രീതിക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കൺസിസ്റ്റൻ്റ് ആണ്. നമ്മൾ മറ്റേ പ്രാക്ടീസസ് വെച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും കൺസിസ്റ്റൻ്റ് ആണെന്നാണ് പറയുന്നത്. എലിമിനേറ്റ് വേരിയേഷൻസ്. നമ്മളിപ്പോൾ എന്തോരം മറ്റ് സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ വേരിയേഷൻസ് വരുമ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ സസ്പെൻസ് അക്കൗണ്ടൊക്കെ ചെയ്യേണ്ടി വരും. IFRS ഫോളോ ചെയ്യുമ്പോൾ ആ രീതിയിൽ നിന്നൊക്കെ എലിമിനേഷൻ വേരിയേഷൻസ് ഇല്ലാതെ തന്നെ നമുക്ക് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കാം. നെക്സ്റ്റ്,
11th one, what do you mean by shadow director? Shadow director എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എ പേഴ്സൺ ഹു ഈസ് നോട്ട് അപ്പോയിൻറ്റഡ് ടു ദ ബോർഡ് ബട്ട് on whose directions the board is accustomed to act is liable as a director of the company. അതായത് അദ്ദേഹം ഒരിക്കലും നോട്ട് അപ്പോയിൻറ്റഡ് ടു ദ ബോർഡ്, ആളിങ്ങനെ ബോർഡിലേക്ക് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ആളൊന്നല്ല. പക്ഷെ ഷാഡോ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് നോട്ട് അപ്പോയിൻറ്റഡ് ടു ദ ബോർഡ്, അതായത് അദ്ദേഹത്തിൻ്റെ ഡയറക്ടറായിട്ട് ബോർഡിൽ അപ്പോയിൻ്റ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ആക്ട് പ്രകാരം ഇദ്ദേഹമാണ് പ്രൊഫഷണൽ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് ആക്ടുകളെ പറ്റിയിട്ട് എന്താണ് അഡ്വൈസ് കൊടുക്കേണ്ടത്. ദസ് സച്ച് എ ഷാഡോ ഡയറക്ടർ മേ ബി ട്രീറ്റഡ് ആസ് എൻ ഓഫീസർ ഇൻ ഡിഫോൾട്ട് അണ്ടർ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് പ്രകാരം ഷാഡോ ഡയറക്ടറിനെ ഒരു എന്താണ് ഓഫീസറായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സ്റ്റേറ്റ് ദ പർപ്പസ് ഓഫ് എ നോമിനേഷൻ കമ്മിറ്റി. Nomination committee, the role of the nomination committee is to recruit new board members who have the appropriate skill and experience to achieve organization strategic vision and act in the interest of shareholders and stakeholders. അതായത് നോമിനേഷൻ കമ്മിറ്റിയുടെ എപ്പോഴത്തെയും ഒരു അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ബോർഡ് മെമ്പേഴ്സിനെ റിക്രൂട്ട് ചെയ്യാനും അവരുടെ സ്കില്ലും എക്സ്പീരിയൻസൊക്കെ അനുസരിച്ചിട്ടാണ് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ മെയിൻലി അവർ മെയിനായിട്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഒക്കെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുക. നെക്സ്റ്റ്, വാട്ട് ഡു യു മീൻ ബൈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി? ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ദാറ്റ് അസൈൻസ് ക്രെഡിറ്റ് റേറ്റിംഗ്സ്. ക്രെഡിറ്റിനെ റേറ്റിംഗ്സിന് വേണ്ടി അസൈൻ ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. വിച്ച് റേറ്റ് എ ഡെപ്റ്റേഴ്സ് എബിലിറ്റി ടു പേ ബാക്ക് എ ഡെപ്റ്റ് ബൈ making timely principal and interest payment and the likelihood of default. അതായത് ഒരു ഡെപ്റ്ററിൻ്റെ ഒരു എബിലിറ്റി, പ്രിൻസിപ്പൽ എമൗണ്ട് പേ ബാക്ക് ചെയ്യപ്പെടുന്ന ഒരു ഡെപ്റ്ററുടെ ഒരു എബിലിറ്റി, ടൈംലി പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഡെപ്റ്റർക്ക് എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും, എത്ര നാൾക്കുള്ള പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും, അതൊക്കെ അനലൈസ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. വാട്ട് ഈസ് ബിസിനസ് എത്തിക്സ്? ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫോം ഓഫ് അപ്ലൈഡ് എത്തിക്സ് ഓഫ് ഓർ പ്രൊഫഷണൽ എത്തിക്സ്. നമ്മൾ എന്ത് പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും ഒരു എത്തിക്സ് വേണം. ആ ഒരു എത്തിക്സിനെ പറയുന്ന പേരാണ് ഈ ബിസിനസ് എത്തിക്സ്. ദാറ്റ് എക്സാമിൻസ് എത്തിക്കൽ പ്രിൻസിപ്പൽ ആൻഡ് മോറൽ ഓർ എത്തിക്കൽ പ്രോബ്ലം ദാറ്റ് ക്യാൻ അറൈസ് ഇൻ ദ ബിസിനസ് എൻവയോൺമെൻറ്റ്. ഒരു ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഒരുപാട് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവും. എത്തിക്കൽ പ്രിൻസിപ്പൾസിൻ്റെയും പിന്നെ എത്തിക്കൽ ഒരുപാട് പ്രോബ്ലംസും ഒരു ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഉണ്ടാവും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളെങ്ങനെ അതിൽ നിന്നൊക്കെ എന്താണ് ഈ പ്രോബ്ലംസ് അറൈസ് ആവുന്ന പ്രോബ്ലംസിൽ നിന്ന് പുറത്തേക്ക് വരണം, എങ്ങനെ നമ്മൾ ബിസിനസ് എത്തിക്സ് പ്രകാരം മുൻപോട്ട് പോകണം, അതൊക്കെയാണ് ഈ ബിസിനസ് എത്തിക്സ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് അപ്ലൈസ് ടു ഓൾ ആസ്പെക്റ്റ് ഓഫ് ബിസിനസ് കോണ്ടക്ട്. എല്ലാ ബിസിനസ്സിൻ്റെ എല്ലാ ആസ്പെക്ട്സിലും ഇത് ആവശ്യമാണ്. ആൻഡ് ഇറ്റ് ഈസ് റെലവൻറ്റ് ടു ദ കണ്ടക്ട് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് എൻ്റർ ഓർഗനൈസേഷന് മാത്രമല്ല അതിൽ വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനും ഇത് അത്യാവശ്യമാണ്. വർക്ക് എത്തിക്സ് ഇതുപോലൊക്കെ തന്നെയാണ്. വർക്ക് എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലീഫ് ദാറ്റ് വർക്ക് ആൻഡ് ഡിലിജൻസ് ഹാവ് എ മോറൽ ബെനിഫിറ്റ് ആൻഡ് ആൻ ഇൻഹറൻറ്റ് എബിലിറ്റി വിച്ച് യുവർ വാല്യൂ ടു സ്ട്രെങ്തൻ ക്യാരക്ടർ ആൻഡ് ഇൻഡിവിജ്വൽ എബിലിറ്റീസ്. അതായത് നമ്മളൊരു മോറൽ ബെനിഫിറ്റിന് വേണ്ടി വർക്ക് ചെയ്യണം. നമുക്കൊരു എത്തിക്സ് ഇല്ലാതെ നമ്മൾ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനത്തെ ഒരു ആസ്പെക്റ്റാണ് ഈ വർക്ക് എത്തിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ അത് അങ്ങനെ ഫോളോ ചെയ്യുന്നത് വഴി നമ്മളുടെ ക്യാരക്ടേഴ്സ് സ്ട്രെങ്ത് ചെയ്യാനും നമ്മുടെ എബിലിറ്റീസ് എൻഹാൻസ് ചെയ്യാനും സാധിക്കുന്നു. Desire or determination to work serves as the foundation for values centered on the importance of the work or industrious work. അതായത് മെയിനായിട്ട് ഒരു വർക്ക് ചെയ്യുമ്പോൾ അതായത് ആ വർക്ക് ചെയ്യാനുള്ളൊരു ഡിസയർ എന്താണ്, നമ്മളൊരു വർക്ക് ചെയ്യുന്നത് ഒരാളെ സെർവ് ചെയ്യുകയാണ് അല്ലേ, തീർച്ചയായിട്ടും നമ്മൾ സർവീസ് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴത്തെ ഒരു എത്തിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് മെയിനായിട്ട് ഈ വർക്ക് എത്തിക്സിൽ പറയുന്നത്. അടുത്തത് സോഷ്യൽ ഓഡിറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. 16th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോഷ്യൽ ഓഡിറ്റ് ഈസ് എ ഫോർമൽ റിവ്യൂ ഓഫ് കമ്പനീസ് ഇമ്പാക്റ്റ് ഓൺ സൊസൈറ്റി. കമ്പനിയുടെ ഒരു സൊസൈറ്റിയിൽ കമ്പനിയുടെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് ഒരു അനലൈസ് ചെയ്തൊരു പ്രൊസീജിയറിനെയാണ് സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഈ സോഷ്യൽ ഓഡിറ്റ് ഈസ് ആൻ അസസ്മെൻറ്റ്
ഓഫ് ഹൗ വെൽ ദ കമ്പനി ഈസ് അച്ചീവിങ് ദ ഗോൾസ് ഓർ ബെഞ്ച് മാർക്ക് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ ഓഡിറ്റ് വഴി നമുക്ക് ആ കമ്പനി എങ്ങനെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നു, എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ബെഞ്ച് മാർക്ക് അറ്റൈൻ ചെയ്യുന്നുണ്ടോ, അതൊക്കെയാണ് അനലൈസ് ചെയ്യുക. വാട്ട് ഈസ് വിസിൽ ബ്ലോയിങ്? വിസിൽ ബ്ലോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് 2 സ്കാൻഡൽസിന് US ഉണ്ടായിട്ടുള്ള 2 സ്കാൻഡൽസ് കാരണം കൊണ്ട് അറൈസ് ചെയ്തൊരു ടേമാണ് ഈ വിസിൽ ബ്ലോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വിസിൽ ബ്ലോയിങ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഓർഗനൈസേഷണൽ ബിഹേവിയർ ദാറ്റ് ക്യാൻ കോസ് ബിഗ് ചേഞ്ച് ഇൻ മോഡേൺ ഓർഗനൈസേഷൻ. മോഡേൺ ഓർഗനൈസേഷനിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സംഭവമാണ് ഈ വിസിൽ ബ്ലോയിങ്. ഇൻ ദ പബ്ലിക് സെക്ടർ വിസിൽ ബ്ലോയിങ് ക്യാൻ ബ്രിങ് ഫണ്ടമെൻ്റൽ റിഫോം ഇൻ ദ നേച്ചർ ആൻഡ് റോൾ ഓഫ് ഗവൺമെൻറ് ഇൻ സൊസൈറ്റി. ലൈക്ക് ഇപ്പോൾ വിസിൽ ബ്ലോയിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു എന്തെങ്കിലും ക്രൈം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ നടക്കാൻ പാടില്ലാത്തൊരു സംഭവം നടക്കുമ്പോൾ അതിനെതിരെ ആക്ഷൻ എടുക്കുക അല്ലെങ്കിൽ അതിനെതിരെ വിസിൽ ബ്ലോ ചെയ്യുക, അതാണ് ഈ വിസിൽ ബ്ലോയിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അമേരിക്കയിൽ 2 സ്കാൻഡൽസ് മെയിനായിട്ട് ഉണ്ടായി, നെയ്മിലി എൻറോൺ ആൻഡ് വേൾഡ് കോം ഓഫ് ദ US. അപ്പോൾ അത് കാരണം കൊണ്ട് അറൈസ് ചെയ്തൊരു ടേമാണ്. What do you mean by corporate excellence? Corporate excellence is defined as the ability of the company to outsmart competition consistently over a long period of time. Successful organization are different from excellent organization. അതായത് കോർപ്പറേറ്റ് എക്സലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ എബിലിറ്റിനെയാണ് മെയിനായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. എന്ത് എബിലിറ്റിയാണെന്ന് നോക്കാം. ഔട്ട്സ്മാർട്ട് കോമ്പറ്റീറ്റേഴ്സ് കൺസിസ്റ്റൻ്റ്ലി ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. കോമ്പറ്റീറ്റേഴ്സിൻ്റെ അടുത്ത് ഔട്ട്സ്മാർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു എബിലിറ്റി, കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എബിലിറ്റിയാണ് ഈ കോർപ്പറേറ്റ് എക്സലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സക്സസ്ഫുൾ ഓർഗനൈസേഷൻ ആർ ഡിഫറെൻറ്റ് ഫ്രം എക്സലൻറ്റ് ഓർഗനൈസേഷൻ. സക്സസ്ഫുൾ ആയിരിക്കാം ഓർഗനൈസേഷൻസ്, പക്ഷെ അവരൊരിക്കലും എക്സലൻ്റ് ആവണമെന്നില്ല. അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ സക്സസ്ഫുൾ ആയിരിക്കണം, ഈ പറഞ്ഞ പോലെ കോമ്പറ്റീറ്റേഴ്സിനെ അവർക്ക് അവരുടെ മുകളിൽ ഇവർക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സിനെ ഒരു ലെവലിലേക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു ഫേമിനെയാണ് ഈ കോർപ്പറേറ്റ് എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ഫേം എന്ന് പറയാൻ പറ്റുള്ളൂ. സക്സസ് മേ ബി ഓഫ് 1 dimension ബട്ട് എക്സലൻസ് ഈസ് ഓഫ് മൾട്ടിപ്പിൾ ഡയമെൻഷൻ. സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ പ്രോഫിറ്റ് ആയിരിക്കും, പക്ഷേ എക്സലൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഇങ്ങനെ ഡയമെൻഷൻസ് വ്യത്യാസമുണ്ട്. നെക്സ്റ്റ് വൺ അവസാനത്തെയാണ് കേട്ടോ. ഹൂ ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഈസ് എ മെമ്പർ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടറിൽ ഒരു മെമ്പറാണ്. ഡസ് നോട്ട് ഹാവ് എ മെറ്റീരിയൽ റിലേഷൻഷിപ്പ് വിത്ത് ദ കമ്പനി. കമ്പനിയായിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. ഇസ് നോട്ട് പാർട്ട് ഓഫ് ദ കമ്പനീസ് എക്സിക്യൂട്ടീവ് ടീം. കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ടീമിൽ അംഗമല്ല. ഇസ് നോട്ട് ഇൻവോൾവ്ഡ് വിത്ത് ദ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് എ കമ്പനി. ഇങ്ങനെയുള്ള ഒരാളെയാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ ഇത്രയധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് അതിൽ കോമൺ ആയിട്ട് കണ്ട ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒരുമിച്ചാക്കിയെന്നുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിങ് തന്നെയാണ്. ആൻസേഴ്സ് കണ്ടുപിടിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഇവാലുവേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതാണ് ഇത്ര ടൈം പിടിക്കുന്നത് വീഡിയോസിന്. നെക്സ്റ്റ് ഇനിയിപ്പം ഇത് കോർപ്പറേറ്റ് ഗവേണൻസിനെ തീർത്തിട്ട് നമുക്ക് ബാക്കി സബ്ജക്ട്സിലോട്ട് പോവാം. സബ്ജക്ട്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇപ്പോൾ പ്രിപ്പറേഷൻസിലാണ് കാര്യങ്ങളൊക്കെ. നോട്ട്സ് എന്നാലും ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പ് ഈ വീഡിയോൻ്റെ താഴെ നമ്മൾ ഫസ്റ്റ് കമൻറ്റിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വാട്സപ്പിൽ നമ്മൾ വാട്സപ്പ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അപ്ഡേറ്റ്സിനും കാര്യങ്ങൾക്കും എല്ലാത്തിനും വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിലും കൂടെ കയറാവുന്നതാണ്. ഓക്കെ. അപ്പോൾ അപ്ഡേഷൻസും എക്സാം കാര്യങ്ങളും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് 2 മാർക്കിൻ്റെ. അപ്പോൾ നമ്മൾ ഇത് ഇപ്പോൾ തന്നെ പഠിച്ചു പോവാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു.